ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സ്കിന്ന് ഗ്ലോ ആക്കാനും ബോഡി ഹെൽത്തി ആക്കാനും തുടർച്ചയായിട്ട് ഒരാഴ്ച കഴിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. ഈ ജ്യൂസ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയുന്ന അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, പാല് ചേർക്കുന്നില്ല, ഹണി ചേർക്കുന്നില്ല. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് 2 വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം അതിൻ്റെ തൊലി ഒന്ന് നീക്കം ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിൽ നേർമയായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിരിക്കുന്നത്. ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജാറിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും. 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് കുറച്ച് നട്ട്സ് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതിലേക്ക് ഒരു 4 അണ്ടിപ്പരിപ്പും 4 പിസ്തയും 4 ബദാമുമാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ വെള്ളം മാറ്റി തൊലി നീക്കം ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ഡേറ്റ്സാണ് ചേർക്കുന്നത്. ഈ 2 ക്യാരറ്റിന് വേണ്ടിയിട്ട് ഒരു 8 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അതും വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. ഇതിൻ്റെ കുരു നീക്കം ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി തണുപ്പ് പറ്റാത്തവർക്ക് നമ്മൾ ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് തണുപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് ചിയാ സീഡ് കൂടി ചേർക്കുന്നുണ്ടായിരുന്നു. ചിയാ സീഡ് ഒരു 1/4 മണിക്കൂർ വെള്ളത്തിൽ സോക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച മുതൽ 1 മാസം വരെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. സ്കിന്നൊക്കെ നന്നായിട്ട് കളർ വെക്കും കേട്ടോ. അതേമാതിരി ഗ്ലോ കൂടി വരും. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.